അമ്മൂമ്മ എന്തോ ആലോചിച്ചോണ്ട് നിൽക്കുക. അമ്മൂമ്മ തന്നെ എടുക്കണം. കാശിന്റെ പ്രശ്നമാണോ? സിമ്പിൾ. പടവലത്ത് ചുമ്മാ അടക്കില്ല, റബ്ബർ ഷീറ്റ് എടുത്ത് പറക്കി വിൽക്കങ്ങോട്ട്. ആ ഒരാളുടെ കാര്യം കൂടെ പറയാൻ മറന്നു. ഉമേഷ് ചേട്ടൻ ഭാര്യ കൊച്ച് അവർക്കും കൂടെ ഓണക്കോടി എടുത്ത് കൊടുക്കണേ. പിന്നെ ഇടയ്ക്ക് മറ്റേ കിളക്കാൻ വരുന്ന ചേട്ടൻ ഉണ്ടല്ലോ, സുധാകരൻ ചേട്ടൻ. അല്ല അപ്പൊ തെങ്ങേറാൻ വരുന്ന ചേട്ടന്? ആ തെങ്ങേറാൻ വരുന്ന ചേട്ടൻ. അങ്ങനെയാണെങ്കിൽ ഈയിടയ്ക്ക് പണിക്ക് 7 പേരാണ് വിളിച്ചത്. അത്രയും പേർക്ക് കൊടുക്കണം, പിന്നെ അപ്പൂപ്പിന്റെ കൂട്ടുകാർക്ക് കൊടുക്കണം. ശരിയാണല്ലോ. പക്ഷെ ഒരാളുടെ കാര്യം കൊണ്ട് വിട്ടുപോയി. ഈ കൂട്ടിൽ അമ്മൂമ്മയ്ക്കും കൂടെ എടുക്കണേ. ആ ശരി, അമ്മൂമ്മയ്ക്ക് എടുക്കണം. അല്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആ തെക്കേ വശത്ത് നിൽക്കണ തേക്കം കൊട്ടിയല്ലേ, എന്നാ പിന്നെ അപ്പുറത്ത് ആഞ്ഞിലി വെട്ടാം. തേക്ക് വെട്ടണം മാമ. ഓണം ഇത്ര പെട്ടെന്ന് ഇനി വരണ്ടായിരുന്നു. അത്തച്ചമ്മയെ കാണാൻ പോയാലോ? അത്തച്ചമ്മ ഇന്നലെ ആയിരുന്നു, അത് കഴിഞ്ഞ്. അയ്യോ, എന്നിട്ടെന്താ നമ്മള് പോവാഞ്ഞേ? നമ്മള് അടുത്ത പ്രാവശ്യം പോവാം. അടുത്ത പ്രാവശ്യം ഉണ്ടാവോ? ഓ പിന്നെ ഉണ്ടാവുമല്ലോ, കൊണ്ടുപോ. ഉറപ്പായിട്ടും പോയിരിക്കും. ഓക്കെ. സിദ്ധുവേ, നമ്മുടെ പ്രമീളാപ്പച്ചി ഇല്ലേ? എടാ നിന്റെ പ്രമീളാപ്പച്ചി, അപ്പച്ചിയുടെ മോളുടെ കല്യാണം ഉറപ്പിച്ച്. കല്യാണമായാ? ആടാ, ഈ 23-നാ. അയ്യോ, 23 പറയുമ്പോ ഓണത്തിന് മുന്നെയാ? ഓണത്തിന് മുന്നേ അല്ലടാ, ചിങ്ങ 23-ന്. ചിങ്ങത്തിന്? ആ അപ്പൊ കല്യാണം വിളിക്കാൻ ഇങ്ങോട്ട് വരുമായിരിക്കുമല്ലോ. പിന്നെ വിളിക്കുകയും വരികയും ചെയ്യും, നമുക്ക് പോവുകയും ചെയ്യണം. പിന്നെ ഉറപ്പായിട്ടും. ചിങ്ങം പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ചറപറാന്ന് പറഞ്ഞ കല്യാണ. ഇപ്പൊ തന്നെ 3 കല്യാണം വിളിയുണ്ട്. എനിക്കൊരു ഡൗട്ട് ഉണ്ടമ്മ, ഈ ചിങ്ങത്തിന് തന്നെ എല്ലാരും കൊണ്ട് കല്യാണം വെക്കുന്നത് എന്താ? ബാക്കിയുള്ള മാസങ്ങളെല്ലാം താരതമ്യേന വളരെ കുറവാണ്. ആ ചിങ്ങത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി എന്റെ അളിയന്റെ വക കഥാപ്രസംഗം തുടങ്ങുന്നതാണ് അല്ലേ? അപ്പൊ എനിക്കോ ഞാൻ പറയണില്ല. അങ്ങനെ പറയല്ലേ. ചിങ്ങം 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 വന്നാ ചിങ്ങമാസം വന്ന ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. അടുത്ത കാര്യം എന്ത് പറയട്ടില്ലവൻ. എന്താ വെണ്ണിലാവൻ? എന്തോ ബാക്കി എന്തോ ഇല്ലേ? പെണങ്ങല്ല നീ. എടാ നീ പറയാൻ പോകുന്ന വിഷയത്തിനെ പറ്റി ഇവിടെ ഒറ്റ മനുഷ്യർക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് നീ പറഞ്ഞോ. റാങ്ക് ഒക്കെ കിട്ടിയതല്ല. കാച്ചങ്ങോട്ട് അല്ലാണെങ്കിലും കേക്കാം. പറയട്ടാ, ഈ ചിങ്ങമാസം എന്ന് പറയുമ്പോ ചിങ്ങലഗ്നവും സൂര്യന്റെ സഞ്ചാരവും വിവാഹ ജീവിതത്തിന് ദീർഘകാല ഐശ്വര്യവും സന്തോഷവും നൽകും എന്നാണ് വിശ്വാസം. അപ്പം പറഞ്ഞു കേട്ടോ. നീ അതൊക്കെ ഉള്ളല്ലോ, നിനക്കിതൊക്കെ അറിയാല്ലേ? എല്ലാം അറിയാം, പക്ഷെ വിവരം മാത്രം കൊടുത്തില്ല ദൈവം. കൊറേ നേരം ഏട്ടാ. അത് മാത്രല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ചിങ്ങമാസത്തിൽ കല്യാണം വെക്കുവാണെങ്കിൽ അവധി സമയമാണല്ലോ, എല്ലാവർക്കും വന്ന് കല്യാണമൊക്കെ കൂടി കസിൻസിനൊക്കെ വന്ന് അടിച്ചു പൊളിച്ച് പോകാനും പറ്റും. ചിലപ്പോ അങ്ങനെയാവാം. അങ്ങനെയും അനുമാനിക്കാം എന്നായിരിക്കും കൂട്ടി ഉദ്ദേശിച്ചത്. ഒന്ന് നമ്മളിപ്പം കയറ്റി പിടിക്കാൻ നോക്കിയത് എത്തിയില്ല. എന്താ അല്ലേ, ചിങ്ങം വന്ന ചെലവാ. ആ ഓണക്കാലമല്ലേ, ഇനി എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുക്കണം. ആ ഓണക്കോടി എടുക്കണ കാര്യം പറഞ്ഞപ്പോഴാ അമ്മൂമ്മ എല്ലാവർക്കും ഓണക്കോടി എടുക്കണമെന്ന് പറയാനുണ്ടായിരുന്നു. ആ അത് ശരിയാ, അമ്മയ്ക്കും കടകത്തിനും ഓണക്കോടി എടുക്കണം. അവർക്ക് 2 പേർക്കും മാത്രം എടുത്താൽ മതി, നമുക്ക് എടുത്തില്ലേ നമുക്ക് വലിയ സങ്കടമൊന്നുമില്ല. അതെന്താ, എല്ലാവർക്കും ഓണക്കോടി എടുത്തു തരുന്നുണ്ട്. അയ്യ, ഞാൻ ഇപ്പഴാ ഓർത്തൊരു കാര്യം. പോരാവേ. അപ്പൊ ഓണത്തിന് കുഴിപ്പളത്തമ്മയുടെ കയ്യിൽ നിന്നും ഓണക്കോടി, അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും ഓണക്കോടി. ചേച്ചി, ഈ ഡ്രസ് എന്നൊക്കെ പറഞ്ഞ ദൈവം തരുന്ന വരദാനമാണ്. ഓണമൊക്കെ ആയിട്ട് അളിയൻ നിന്റെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഒന്ന് ഓണാവണ്ടേ ഓണത്തിന്? അളിയ സത്യം പറയാല്ല, അളിയന് ഈ ഓണത്തിനാണ് ഞങ്ങക്ക് വൃത്തിക്ക് നേരെ കൈ കിട്ടണത്. അളിയന്റെ കയ്യിൽ നിന്ന് ഒരു മിഠായിത്തുണ്ടെങ്കിലും മേടിച്ച് കഴിച്ചിട്ട് വേണം എനിക്ക് ഓണം ആഘോഷിക്കും. അതുമല്ല, ഗ്യാസ് മിഠായി മേടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ പറയല്ലേ. യേശുവിനും ശിവാനിക്കും പാറോനും കല്ലൂസിനും ലച്ചൂസിനും എല്ലാവർക്കും ഞാൻ ഓണക്കോടി എടുത്തു തരുന്നതായിരിക്കും. അധികമൊന്നും വേണ്ടളിയാ, ഒരു 3 ജീൻസ് ഒരു 3 ഷർട്ട് മതി. അത്രയും വേണോ? ഇരിക്കട്ടെ, ഓണമല്ലേ, ഹാപ്പി ആണോ അളിയാ? നേരത്തെ ഇരിക്കട്ടെ. 3 ഷർട്ട് 3 ജീൻസ് എന്നൊക്കെ പറയും. അവസാനം ബില്ല് വരുമ്പോണ്ടല്ലോ ഒരു 10-15 ബില്ല് വരും.